ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ദേ ഇന്ന് രാവിലെ ഞാൻ ഇഡ്ഡലിയും ചട്നിയൊക്കെ കഴിച്ച് ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ, ഷീ ലോഡ്ജിൽ നിന്ന്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു കോംപ്ലിമെൻ്ററി പാസ് കിട്ടിയിരുന്നു കൊച്ചിൻ ഫ്ലവർ ഷോയുടെ. അപ്പോൾ ദേ അതിന് വേണ്ടി പോവാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേ ഇതാണ് കേട്ടോ ഷീ ലോഡ്ജ്. നമുക്ക് കുറഞ്ഞ റെൻറ്റിൽ ഇവിടെ താമസിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ദേ ഞാൻ സ്റ്റാളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മെറൈൻ ഡ്രൈവിലാണ് നമ്മുടെ സ്റ്റാൾ വരുന്നത്. എന്നിട്ട് ഞാൻ സ്റ്റാളിലെത്തി സ്റ്റാളൊക്കെ തുറന്ന് സെറ്റാക്കുകയാണ് ഇനി. ഇത് നമ്മുടെ തൊട്ടടുത്തുള്ള സ്റ്റാളാണ് കേട്ടോ, കുറേ കാറുകളുടെ. അപ്പോൾ സ്റ്റാളൊക്കെ സെറ്റായി അവിടെ ചേച്ചി വന്നപ്പോൾ ഞാൻ പിന്നെ ഫ്ലവർ ഷോ കാണാൻ പോയി. അങ്ങനെ ഈ ഫ്ലവർ ഷോ ഫസ്റ്റ് ടൈം ഞാൻ കൊച്ചിയിലത്തെ കാണാൻ പോവാണ് കേട്ടോ. ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഇവിടുത്തെ തൃശ്ശൂരൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ കയറി. നന്നായിട്ടുണ്ട് കേട്ടോ, നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് സംഭവം. കാരണം ഒരേ ഫ്ലവറിൻ്റെ തന്നെ പല പല കളറുകൾ അവിടെ ഉണ്ട്. അതുപോലെ എന്താ പറയുക, ഹാങ്ങിങ്സ് ആണെങ്കിലും അങ്ങനെ കുറേ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ ഞാൻ കണ്ടു. പിന്നെ ഇപ്രാവശ്യം ചെയ്തേക്കണമെന്ന് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതേ കണ്ടോ, മറ്റേ ഈ പിടിക്കണ സാധനവും അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പോകുമ്പോൾ തെറ്റത്തോടെയൊക്കെ നടക്കാതെ പരമാവധി പോകാൻ നോക്കുക. പിന്നെ പൂക്കളും എന്തും പിടിച്ചു പറിക്കാനൊന്നും പോകരുത്, കാരണം അവരവിടെ വിസിലടിക്കും. തൊടാൻ പോകരുത്. അങ്ങനെ അത്രയും നല്ല രീതിയിൽ നമ്മൾ കണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. നമുക്കത് നോക്കാനാണെങ്കിൽ ഇഷ്ടം പോലെ വെറൈറ്റീസാണ്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അത്ര ഇഷ്ടമാവും. അതുപോലെ നമുക്ക് അപ്പോഴാണ് ഇത്രയൊക്കെ വെറൈറ്റീസ് ഉണ്ട് അല്ലേ, അതായത് ഇത്രയും കളർ ഷെയ്ഡ്സിൽ ഇത്രയും ചെടികളുണ്ടെന്ന് തന്നെ മനസ്സിലാവണത്. ഇതവർ പോണ്ട് സെറ്റ് ചെയ്തേക്കണത് കേട്ടോ. ഇതിൽ മീനൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, മറ്റേ ഗ്ലാസ്സിൽ എന്താ പറയുക, ഈ കാട് പോലെ അങ്ങനെയുള്ളൊരു ഇത് ചെയ്യില്ലേ, അങ്ങനെ വെച്ചേക്കണതാണ്. അതന്നെ ഒരുപാട് വെച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല ഇഷ്ടമായി കേട്ടോ. ഞാൻ എല്ലാത്തിൻ്റെയും വീഡിയോ ഒക്കെ എടുത്ത് കാരണം. പിന്നെ ഇതും എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നെ നിങ്ങൾക്ക് ഇതൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇത് അവസാനിക്കുന്ന ദിവസം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. എല്ലാവർക്കും വാങ്ങിക്കുന്ന ദിവസത്തിൻ്റെ പിറ്റേ ദിവസമാണെന്ന് തോന്നുന്നു, അങ്ങനെ കൊടുക്കും അവർ. ഇതേ കണ്ടോ, റോസ് ചെത്തി, അങ്ങനെ എല്ലാത്തിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറുകളൊക്കെ അതിനുള്ളിലുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ വേറെ ഞാനൊരു കോഴിയുടെ ഇതൊക്കെ കണ്ടു കേട്ടോ. കോഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളക് ഇങ്ങനെ വെച്ചിട്ട് കോഴീനെ ഉണ്ടാക്കി വെച്ചേക്കുക. അതെ, ഇതാണ് സാധനം. നല്ല ഒറിജിനാലിറ്റി തോന്നില്ലേ നമുക്ക് അടുത്ത് കാണുമ്പോൾ. അതെ, അതിനൊരു പ്രത്യേക ഭംഗിയായിരുന്നു. ഫുള്ള് നമ്മുടെ മറ്റേ സാമ്പാർ മുളക് വെച്ച് ഉണ്ടാക്കിയേക്കണതാണ് ഈ സാധനം. അങ്ങനെ പിന്നെ പലതരത്തിൽ അറേഞ്ച് ചെയ്തിട്ടേക്കുക, സ്റ്റാർ ഷേപ്പിലൊക്കെ എന്താ പറയുക, ഈ ഫ്ലവേഴ്സിനെ അറേഞ്ച് ചെയ്തിട്ടൊക്കെ അങ്ങനെ മൊത്തത്തിൽ. പിന്നെ അതുപോലെ ഫോട്ടോ ഫ്രെയിംസൊക്കെ വെച്ചിട്ടുണ്ട്, നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നല്ല രീതിക്ക് ഫോട്ടോസൊക്കെ എടുക്കാം, ഈ പൂക്കൾ ഇതൊക്കെ കാണാം. പിന്നെ നമ്മുടെ കൺസ്യൂമർ കോർട്ട് ഉണ്ട്, ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ വാങ്ങാം, നല്ല രീതിക്ക് എൻജോയ് ചെയ്ത് പോകാം. ഇത് ഹാങ്ങിങ്സ് ആണ് കേട്ടോ, വാൾ ഹാങ്ങിങ്സ് ആണ്. ഇതിലും നല്ല കളക്ഷൻസ് കണ്ടു, നന്നായിട്ടുണ്ടായിരുന്നു ചെയ്തിരിക്കുന്നതൊക്കെ. ഇതാണ് ഞാൻ പറഞ്ഞത്, മറ്റേ പലതരത്തിൽ അറേഞ്ച് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, ഷേപ്പിലൊക്കെ. അത് അങ്ങനെ ഇതെല്ലാം കണ്ട് ഞാൻ നല്ല അടിപൊളിയായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പോയി.